നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ ഒരു വിഷയത്തെപ്പറ്റിയാണ്. അതായത്, ഈ ഹെൽമെറ്റ് നിയമം വ്ളോഗർമാർക്ക് ഒരു രീതിയിലും പിന്നെ സിനിമാ താരങ്ങൾക്ക് വേറൊരു രീതിയിലുമാണോ നടപ്പാക്കുന്നത്? നിങ്ങൾ ഷെയർ ചെയ്ത ചില കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു സംശയം തോന്നും. ശരിയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസമല്ലേ? നിയമം ഒന്നാണെങ്കിലും അത് പ്രയോഗത്തിൽ വരുമ്പോൾ എന്താ പറയാ, ഈ രണ്ടു കൂട്ടർക്കും രണ്ട് നീതിയാണോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അതെ അതെ. സോഷ്യൽ മീഡിയയിലായാലും സിനിമയിലായാലും ഇവരൊക്കെ ആളുകളെ സ്വാധീനിക്കുന്നവരല്ലേ. അപ്പോ നമുക്കിതിന്റെ നിയമവശങ്ങൾ, കാരണങ്ങൾ, പിന്നെ ഈ പറയുന്ന ഇരട്ടത്താപ്പ് വാദങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യം വ്ളോഗർമാരുടെ കാര്യം തന്നെ എടുക്കാം. നമ്മുടെ MVD മോട്ടോർ വാഹന വകുപ്പ് ഹെൽമറ്റ് നിയമം അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണല്ലോ നോക്കുന്നത്. അതെ. പൊതു റോഡിൽ വണ്ടി ഓടിക്കുമ്പോ എന്തിനാ വണ്ടി നിർത്തിയിട്ടാ പോലും ഹെൽമറ്റ് വേണം. പക്ഷെ വ്ളോഗർമാര് വീഡിയോ എടുക്കുമ്പോ പിഴ ഇടുന്നതിന്റെ ഒരു എന്താ പറയാ ലോജിക് എന്താണ്? അവിടെ ഒരു പ്രധാന പോയിന്റ് ഉണ്ട്. MVD ഇതിനെ വെറുമൊരു നിയമലംഘനമായിട്ട് മാത്രമല്ല കാണുന്നത്. ഹെൽമെറ്റില്ലാതെ വണ്ടി ഓടിക്കുന്നൊരു വീഡിയോ, പ്രത്യേകിച്ചൊരു വ്ളോഗർ ചെയ്യുമ്പോൾ അത് ഒരുപാട് പേരിലേക്ക് എത്തുമല്ലോ. ശരിയാണ്. അപ്പോ അത് ശരിക്കും പറഞ്ഞാൽ അപകടകരമായ ഡ്രൈവിംഗിനെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെയാണ് എന്നാണ് MVDയുടെ ഒരു നിലപാട്. ഓക്കെ. കാരണം വ്ളോഗൊക്കെ കുറച്ചുകൂടി റിയൽ ലൈഫായിട്ടാണല്ലോ ആളുകൾ കാണുന്നത്. അതൊരു തെറ്റായ മാതൃകയാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 129, 177 ഒക്കെ വെച്ചാണ് നടപടി. ആ ഒരു സ്വാധീനം, അതാണ് വിഷയം. ശരി ശരി. അപ്പോ ആ സ്വാധീനമാണ് പ്രശ്നം. എന്നാൽ സിനിമയിലേക്ക് വരുമ്പോഴോ? അവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ടോ? സിനിമയിൽ ഹെൽമെറ്റ് ഇല്ലാതെ കാണുന്ന നടന്മാർക്ക് അവർക്കെതിരെ എന്താ നടപടിയെടുക്കാത്തത്? സിനിമ ഫിക്ഷൻ ആയതുകൊണ്ടാണോ? സാങ്കല്പികം? അതൊരു പ്രധാന വാദമാണ്. പല കാരണങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഫിക്ഷൻ. സിനിമ ഒരു സാങ്കല്പിക ലോകമാണല്ലോ. നടന്മാർ കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിക്കുന്നത്, അല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് ഓടിക്കുകയല്ല എന്നൊരു വാദം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഷൂട്ടിംഗ് നടക്കുന്ന സാഹചര്യം. പലപ്പോഴും ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് എന്താ പറയാ, അടച്ചിട്ട റോഡിലോ അല്ലെങ്കിൽ മുൻകൂർ പെർമിഷൻ വാങ്ങിയിട്ടുള്ള സെറ്റുകളിലോ ഒക്കെ ആവാം. ഓക്കെ. അപ്പൊ അത് ശരിക്കും ഒരു പൊതു റോഡിലെ സാധാരണ യാത്രയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഒരു നിയന്ത്രിത സാഹചര്യമാണ്. പക്ഷേ ഈ നിയന്ത്രിത സാഹചര്യം എന്നത് എപ്പോഴും ശരിയാണോ? ചിലപ്പോഴൊക്കെ പൊതു റോഡിൽ അനുമതിയില്ലാതെ ഷൂട്ട് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ഉണ്ടുണ്ട്. അതൊരു നല്ല ചോദ്യമാണ്. അവിടെയാണ് മൂന്നാമത്തെ ഒരു കാര്യം വരുന്നത്. അതായത്, നിയമം നടപ്പാക്കുന്നതിലെ ഒരു സ്ഥിരതയില്ലായ്മ. സിനിമാ ഷൂട്ടിങ്ങിനിടയിൽ പൊതുസുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചാൽ നടപടിയെടുക്കാൻ വകുപ്പുണ്ട്. പക്ഷേ അത് എത്രത്തോളം കൃത്യമായി നടപ്പാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ചിലപ്പോ ഈ വിനോദ വ്യവസായത്തിന്റെ ഒരു സ്വാധീനം കൊണ്ടാവാം, അല്ലെങ്കിൽ നിയമത്തിൽ തന്നെയുള്ള ചില അവ്യക്തതകൾ. നടൻ കഥാപാത്രമാണ് എന്ന വാദവും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഇതൊരു ഇരട്ടത്താപ്പല്ലേ? വ്ളോഗർമാർക്ക് ഇത്ര കർശനമായി നിയമം നടപ്പാക്കുമ്പോൾ ഒരുപക്ഷെ അവരെക്കാളൊക്കെ കൂടുതൽ ആളുകളെ സ്വാധീനിക്കാൻ കഴിവുള്ള സിനിമാ താരങ്ങൾക്ക് ഈ ഇളവ് കിട്ടുന്നത് അതെങ്ങനെ ശരിയാവും? തീർച്ചയായും ആ ഇരട്ടത്താപ്പ് വാദം വളരെ ശക്തമാണ്. കാരണം ഈ സ്വാധീനം എന്നു പറയുന്ന ഘടകം നോക്കിയാൽ ചിലപ്പോൾ വ്ളോഗറേക്കാൾ കൂടുതൽ ആളുകളിലേക്ക് സിനിമ എത്തുന്നുണ്ടാവും. മഹാരാഷ്ട്രയിലൊക്കെ, കർണാടകത്തിലും അവിടെയൊക്കെ സിനിമകളിൽ ഹെൽമെറ്റ് വെക്കാത്തതിന് നിർമ്മാതാക്കൾക്കെതിരെ നടപടിയെടുക്കാനും സിനിമയിൽ മുന്നറിയിപ്പ് കൊടുക്കാനുമൊക്കെ ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഓഹോ. അപ്പോൾ ഈ ഒരു സംവാദം, അതായത് സുരക്ഷയും പിന്നെ കലാപരമായ സ്വാതന്ത്ര്യവും തമ്മിലുള്ളൊരു ചർച്ച, അത് നടക്കുന്നുണ്ട്. അപ്പു ശരി. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ നമുക്കിതിനെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, വ്ളോഗർമാർക്ക് നിയമം കർശനമാക്കാൻ കാരണം അവർ റിയൽ ലൈഫായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു, അത് നേരിട്ട് അനുകരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതെ. എന്നാൽ സിനിമയുടെ കാര്യത്തിൽ അത് ഫിക്ഷനാണ്, നിയന്ത്രിത സാഹചര്യമാണ് എന്നൊക്കെയുള്ള വാദങ്ങളും പിന്നെ നിയമം നടപ്പാക്കുന്നതിലെ ഒരു സ്ഥിരതക്കുറവും കാരണം താരങ്ങൾക്കൊരു ഇളവ് കിട്ടുന്നു. ശരിയാണ്. നിയമം കടലാസിലുള്ളതും അത് പ്രയോഗത്തിൽ വരുമ്പോഴുള്ളതുമായ ഒരു വ്യത്യസ്തം ഇവിടെ കാണാം. ഇനി മുന്നോട്ടു പോകുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ പൊതുജന സമ്മർദ്ദം വന്നാൽ സിനിമയുടെ കാര്യത്തിലും MVD കുറച്ചുകൂടി കർശനമായ നിലപാടെടുത്തേക്കാം. അല്ലെങ്കിൽ സിനിമയിലുള്ളവർ തന്നെ സ്വയം മുൻവന്ന് ഈ ഹെൽമറ്റ് പോലുള്ള സുരക്ഷാകാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു നല്ല മാറ്റമാവും. ശരിയാണ്. ഒരു പക്ഷേ എല്ലാ ദൃശ്യമാധ്യമങ്ങൾക്കും ഒരുപോലെ ബാധകമാവുന്ന
എന്തെങ്കിലും പൊതുവായ മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചും ആലോചിക്കാവുന്നതാണ്. അപ്പോ നമ്മൾ ഇന്ന് കണ്ട പ്രധാന കാര്യം ഈ നിയമത്തിന്റെ വ്യാഖ്യാനത്തിലും നടപ്പാക്കലിലുമുള്ള ചില സങ്കീർണതകളാണ്. നിങ്ങൾക്ക് ആലോചിക്കാനൊരു ചോദ്യം കൂടി ഞാൻ തരാം. സിനിമയിലെ ഒരു രംഗം അത് എപ്പോഴാണ് വെറുമൊരു കലാരൂപം എന്നതിനപ്പുറം ഒരു നിയമലംഘനത്തിനുള്ള പ്രോത്സാഹനമായി മാറുന്നത്? ആ ഒരു അതിർവരമ്പ് അതെവിടെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. വീണ്ടും കാണാം.